മോഹൻലാൽ മൂത്രം കുടിക്കാറുണ്ടോ? ഈ ചോദ്യം കേട്ട് ആരും ഞെട്ടണ്ട. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത്. ചലച്ചിത്ര നടൻ കൊല്ലം തുളസിയായിരുന്നു മൂത്ര ചികിത്സയുടെ പ്രചാരകനായി എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ദിവസേനയുള്ള മൂത്രം കുടിയാണെന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ അതേ കൊല്ലം തുളസി തന്നെ നടൻ മോഹൻലാലിനെയും മൂത്രം വിവാദത്തിലേക്ക് വലിച്ചിട്ടിരിക്കുന്നു. മോഹൻലാൽ മൂത്രം കുടിക്കുന്ന ആളാണെന്ന രീതിയിൽ തുളസിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യൂട്യൂബ് ചാനൽ ചർച്ച അന്ന് ഏറെ വൈറലാവുകയും ചെയ്തിരുന്നു. ഗ്ലോബൽ ന്യൂസ് TV എന്ന യൂട്യൂബ് ചാനലിൽ നടൻ കൊല്ലം തുളസിയും ഒരു മൂത്ര ചികിത്സാ വിദഗ്ധൻ അഡ്വക്കേറ്റ് T. നാരായണൻ വട്ടോളിയും തമ്മിലുള്ള അഭിമുഖമായിരുന്നു അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. മോഹൻലാൽ പറഞ്ഞിട്ട് മുഖത്ത് മുഴുവൻ മുഖക്കുരു ഉണ്ടായിരുന്ന ഒരു നടി മൂത്ര ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്നായിരുന്നു അന്ന് കൊല്ലം തുളസി തുറന്നടിച്ചിരുന്നത്. 2022 കൊല്ലം തുളസി പറഞ്ഞ അതേ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തന്നെയുള്ള ഒരു വേദിയിൽ മറ്റൊരാൾ പങ്കുവച്ചതോടെയാണ് സംഭവം വീണ്ടും ആളിക്കത്തുന്നത്. മൂത്രമൊന്നാകെ മുഖത്ത് പുരട്ടാമെന്ന് നടിയോട് മോഹൻലാൽ പറഞ്ഞതായി അന്ന് തുളസിയും ഇന്ന് മറ്റൊരാളും അവകാശപ്പെടുന്നു. താൻ സ്വയം മൂത്രം കുടിക്കാറുണ്ടെന്ന് ലാൽ പറഞ്ഞതായും ഇവരുടെ സംസാരത്തിലുണ്ട്. മാതൃഭൂമി ഇറക്കിയത് എന്നൊക്കെ ലാൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി അത് ചെയ്യാൻ തയ്യാറായെന്നും ഇരുവരും അവകാശപ്പെടുന്നു. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് നടിയുടെ മുഖത്തുള്ള മുഖക്കുരു പരിപൂർണമായി മാറുകയും വളരെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ്ങുമായി മാറിയെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മ തന്നോട് വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും കൊല്ലം തുളസി അവകാശപ്പെട്ടിരുന്നു. മാത്രമല്ല, മോഹൻലാലിന്റെ ഡാൻസ് മാസ്റ്ററായ ഒരു തമ്പി എന്ന് പറയുന്നയാൾ താൻ പറഞ്ഞിട്ടാണ് മോഹൻലാൽ മൂത്രം കുടിക്കാൻ തുടങ്ങിയതെന്ന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടെന്നും ഇവർ പറയുന്നു. മോഹൻലാൽ ഈ ചർച്ച എവിടെയെങ്കിലും വെച്ച് കേൾക്കുകയാണെങ്കിലോ മറ്റാരെങ്കിലോ പറഞ്ഞ് അറിയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അനുകൂല റിപ്പോർട്ട് തന്നാൽ പ്രേക്ഷകർക്ക് വലിയ ഉപകാരമായിരിക്കുമെന്നും കൊല്ലം തുളസി അന്ന് പറഞ്ഞിരുന്നു. അതേസമയം യൂറിൻ തെറാപ്പി തീർത്തും അശാസ്ത്രീയമാണെന്നാണ് ശാസ്ത്ര പ്രചാരകർ ചൂണ്ടിക്കാട്ടുന്നത്. മൂത്ര ചികിത്സാ ഫലങ്ങളുടെ ആധികാരികത എന്തെന്നോ ആർക്കും ഒരു ഉറപ്പുമില്ല. അത് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന JW ആംസ്ട്രോം എന്നൊരാൾ 1944 എഴുതിയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശരീര മാലിന്യങ്ങൾ പുറന്തള്ളാൻ ഉദ്ദേശിച്ചിട്ടുള്ള മൂത്രത്തെ സകലരോഗ സംഹാരിയായ ഔഷധമായി വേഷം കെട്ടിക്കുന്നതിലെ പരിഹാസ്യത ഇരിക്കെ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ പ്രസാധകൻ യൂറിൻ തെറാപ്പി പുസ്തകം അച്ചടിച്ച് വിവിധ എഡിഷനുകളായി വിറ്റഴിച്ചു എന്നത് കൗതുകകരമാണ്. ഈ പുസ്തകത്തിൽ മൂത്രപാനവും ലേപനവും വഴി വരട്ടുചൊറിയും വയറുകടിയും മുതൽ വന്ധ്യതയും ക്യാൻസറും വരെ ചികിത്സിച്ചു മാറ്റാനാകും എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഗുരുതര രോഗങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ ചികിത്സാ ഉപദേശം നൽകുന്നത് വൈദ്യശാസ്ത്രത്തിലെ നൈതികതയ്ക്കും അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്കും എതിരാണ്. മനുഷ്യമൂത്രത്തിന് രോഗം മാറ്റാൻ കഴിവുണ്ടെന്ന വാദത്തിന് ഉപോത്ബലമായി അവർ നിരത്തുന്ന ശാസ്ത്രീയ തെളിവുകൾ ശാസ്ത്രജ്ഞർ വിശകലന വിധേയമാക്കുകയും അതിലെ പൊള്ളത്തരങ്ങൾ വെളിവാക്കുകയും ചെയ്തതാണ്. അതിന്റെ സമാഹൃത രൂപം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂറിൻ തെറാപ്പി ചരിത്രവും ശാസ്ത്രവും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് കൊല്ലം തുളസിയുടെ ഇന്റർവ്യൂ ഒരു BJP-കാരന്റെ അധിക പ്രസംഗം എന്ന നിലയിലായിരുന്നു വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോഴത്തെ പ്രസംഗം മോഹൻലാൽ എന്ന നടനിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഏതായാലും സംഭവത്തിൽ ഇതുവരെയും മോഹൻലാൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ മോഹൻലാൽ തുറന്ന് പറയുന്നില്ല. അത് പറയാത്തത് അദ്ദേഹം അങ്ങനെ ഒരു സന്ദർഭത്തെ ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഞാനിത് അറിയാൻ തന്നെ കാരണം അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നിറയെ മുഖക്കുരു കണ്ടിട്ട് അവളെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഈ മുഖത്ത് മുഴുവൻ തന്നെ ഈ മൂത്രം പുരട്ടിയാൽ മതി, നിന്റെ മൂത്രം പുരട്ടണം. ആദ്യം കുട്ടി ഞെട്ടിപ്പോയി. പിന്നീട് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മോഹൻലാൽ പറഞ്ഞു, ഞാൻ മൂത്രം കുടിക്കാറുണ്ട്, എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്. ഒരു പുസ്തകം മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്, അതിനെടുത്ത് വായിച്ചു നോക്കുന്നു. ഏതായാലും ഇത്രയും പറഞ്ഞപ്പോൾ ഇവർ കുടിച്ചില്ലെങ്കിലും ഈ പെൺകുട്ടി മുഖത്ത് പുരട്ടുക മാത്രമാണ് ചെയ്തത്. അതിലൂടെ അവരുടെ മുഖം വളരെ മുഖക്കുരുവൊക്കെ പൂർണ്ണമായിട്ട് മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുഖമായിട്ട് മാറി.